മോദി സർക്കാർ നടപ്പാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭം ശക്തമാവുകയാണ്. പശ്ചിമ ബംഗാളിൽ പ്രതിഷേധങ്ങൾ അക്രമങ്ങളിലും വർഗീയ സംഘർഷത്തിലും കലാശിച്ചിരിക്കുകയാണ്. മുർഷിദാബാദ് ജില്ലയിലെ സജൂർ മോറയിൽ നടന്ന സംഘർഷത്തിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 150-ലേറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവുമുണ്ട്. തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും വലിയ തിരിച്ചടിയാകുന്ന തരത്തിലേക്കാണ് വഖഫ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ പോകുന്നത്. ഇതിനിടയിൽ സംസ്ഥാനത്തെ മുസ്ലിം മത നേതാക്കളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തിരിക്കുകയാണ് മമത. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് സമുദായത്തിലുള്ള ആശങ്കകൾ കേൾക്കുകയും സംഘർഷം തടയാനുള്ള നടപടികൾ ചർച്ച ചെയ്യുകയുമാണ് യോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് വിവരം. ഏപ്രിൽ 16-ന് കൊൽക്കത്തയിലെ നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് യോഗം നടക്കുന്നത്. പള്ളികളിൽ സേവനം ചെയ്യുന്ന ഇമാമുമാർ, മുഅദ്ദിനുമാർ, മറ്റ് മുസ്ലിം നേതാക്കൾ, പണ്ഡിതർ തുടങ്ങിയവരെല്ലാം യോഗത്തിൽ സംബന്ധിക്കും. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് റോഡ് മാപ്പ് തയ്യാറാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. തൃണമൂലിന്റെ മുസ്ലിം മുഖവും സംസ്ഥാന നഗരവികസന മന്ത്രിയുമായ ഫിർഹാദ് ഹക്കീമിനാണ് മമത യോഗത്തിന്റെ ഏകോപന ചുമതല നൽകിയിരിക്കുന്നത്. കൊൽക്കത്ത മേയർ കൂടിയാണ് നിലവിൽ ഫിർഹാദ്. വഖഫിന്റെ പേരിൽ ബംഗാളിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഫിർഹാദ് ചൂണ്ടിക്കാട്ടുന്നത്. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പാർട്ടി നയവും നിലപാടുകളും യോഗത്തിൽ മമത വിശദീകരിക്കും. ഇതോടൊപ്പം നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ എങ്ങനെയാകണമെന്ന നിർദ്ദേശവും അവർ നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. നേരത്തെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ രൂക്ഷമായ ഭാഷയിലായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നത്. കലാപം സൃഷ്ടിക്കുന്നവർ ആരായാലും വെറുതെ വിടില്ലെന്നും മമത മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേന്ദ്രം നടപ്പാക്കിയ വഖഫ് നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് ഉറപ്പു നൽകിയതാണ്. അതിനുശേഷവും എന്തിനാണ് തെരുവിൽ പ്രക്ഷോഭവും അക്രമങ്ങളും നടത്തുന്നത് എന്നാണ് അവരുടെ ചോദ്യം. കേന്ദ്ര സർക്കാരാണ് നിയമം നടപ്പാക്കിയത്. അതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കേന്ദ്രത്തോട് ചോദിക്കണം. നിയമത്തെ പിന്തുണയ്ക്കില്ലെന്ന് തുടക്കം തൊട്ടേ നിലപാട് വ്യക്തമാക്കിയതാണ്. ആ നിയമം ബംഗാളിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചതുമാണ്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ കലാപം ഉണ്ടാക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് മമത. ആര് കലാപം ഉണ്ടാക്കിയാലും ശക്തമായ നടപടി ഉണ്ടാകും. ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ദീദിയുണ്ടെന്നും മമത ഉറപ്പു നൽകുന്നുണ്ട്. നിങ്ങളുടെ സ്വത്തുക്കൾ ദീദി സംരക്ഷിക്കും. വഖഫ് നിയമം നടപ്പാക്കിയതിൽ നിങ്ങൾ ദുഃഖിതരാണെന്നറിയാം. വിഭജിച്ച് ഭരിക്കാനുള്ള ഒരു തന്ത്രവും ബംഗാളിൽ വിലപ്പോകില്ല. അത് നിങ്ങൾ വിശ്വസിക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ബംഗാളിൽ വിഭജന രാഷ്ട്രീയം പിടിമുറുക്കാൻ അനുവദിക്കരുത്. ഐക്യത്തിലൂടെ മാത്രമേ വെല്ലുവിളികളെ അതിജീവിക്കാനാകൂ. നമ്മൾ ഒന്നിച്ചു നിന്നാൽ എല്ലാം നേടാനാകും. ഈ ലോകം തന്നെ കീഴടക്കാനാകുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നുള്ള മുറവിളി ഉയർത്തുന്നവരെ വിശ്വസിക്കരുതെന്നും മമത മുസ്ലിം സമുദായത്തെ പ്രത്യേകം ഉണർത്തുന്നുണ്ട്.